ഇ.പി. ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തിയെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഷഫീദ് റാവുത്തർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷഫീദ്, CPIയുടെ ഏത് നേതാവാണ് ഇത്തരമൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്? SK, നമുക്കറിയാവുന്ന പോലെ തന്നെ നിർണായകമായ വോട്ടെടുപ്പ് ദിവസം CPM-നെ അല്ലെങ്കിൽ LDF-നെ ആകെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടായിരുന്നു LDF കൺവീനർ ഇ.പി. ജയരാജൻ ഈ BJP-യുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം സമ്മതിക്കുന്നത്. ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കനത്ത പ്രഹരം നമ്മൾ കണ്ടു ഇ.പിക്കെതിരെയുള്ളത്. അതിനുശേഷം മുതിർന്ന നേതാക്കൾ എല്ലാം അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ CPIക്കും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഇ.പിയുടെ തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നുള്ളതാണ് CPIക്ക് ഇതിലെ അഭിപ്രായം. ഇ.പി. ജയരാജൻ CPM നേതാവ് മാത്രമല്ല, ഇടതുമുന്നണി കൺവീനർ കൂടിയാണ്. പോളിംഗ് ദിവസം രാവിലെ കുറ്റസമ്മതം നടത്താൻ പാടില്ലായിരുന്നുവെന്നും CPI നിലപാടെടുക്കുന്നുണ്ട്. വിവാദം CPM-ന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നും CPIക്ക് അഭിപ്രായമുണ്ട്. കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജൻ തുടരുന്നതിലും CPIക്ക് എതിർപ്പുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIM നടപടിയെടുത്തില്ലെങ്കിൽ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ CPI ഇക്കാര്യത്തിൽ ഇ.പിക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും വോട്ടെടുപ്പ് ദിവസം തന്നെ ഇങ്ങനൊരു പ്രസ്താവന വന്നത് വളരെ കടുത്ത അതൃപ്തിയിലാണ് ഘടകകക്ഷികളെന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണ് ഷഫീദ് റാവുത്തർ നമ്മളുമായി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.